ഇതൊരു ആവറേജ് പടമാണ്. ആവറേജ് എന്ന് വെച്ചാൽ ഒരു കോമഡി ത്രില്ലറിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. പക്ഷെ മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ മിസ്സുകളുണ്ട്. പക്ഷെ നമുക്ക് കണ്ടിരിക്കാം, ബോറല്ല. ആക്ടിങ് ഒന്നും കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ കോമഡി വേണോ അതോ ത്രില്ലർ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പടത്തിൽ. അതെല്ലാം നല്ലതാണ്. മ്യൂസിക് അതുപോലെയുള്ള BGM അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേക്കിംഗ് ത്രില്ലറും പ്ലസ് ഒരു കോമഡി എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിലൊരു മുഴുവനായിട്ടൊരു ഇത് വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ബോറല്ല എന്ന് പറയാം. പതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് പ്രൊഡ്യൂസർ മാത്രമല്ല, ഡയറക്ടറുടെ ഒരു ഇതിലും കയറി വന്നിട്ടുണ്ട്. കാരണം ആ പടം കണ്ടോണ്ടിരിക്കുന്ന തന്നെ അറിയാം ആ പടത്തിന്റെ ഒരു വേ ഓഫ് മേക്കിങ്ങിന്റെ ഗുണം എന്നാന്നുള്ളത്. ഷാപ്പിംഗ് കോഡ് എന്നുള്ള പേരിന്റെ ആ ഒരു വേ ഓഫ് സ്റ്റൈല് പടത്തിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഷാപ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ്, അതിനെ ബേസ് ചെയ്തൊന്ന് കഥ ത്രില്ലർ, അത്യാവശ്യം കോമഡി ഉണ്ട്. ഒരു ത്രില്ലറാണ്. മേക്കിങ്ങിലാണ് പടം പോയേക്കുന്നത്. ബേസിലിന്റെ ഒരു വേറെ വെറൈറ്റി ഒരു പെർഫോമൻസ് ആണ് അതിൽ. എനിക്ക് തോന്നുന്നു ബേസിലിന്റെ നെക്സ്റ്റ് ഹിറ്റ്. അതായത് ചെമ്പ വിനോദും സൗബിനൊക്കെ അവരുടെ കൊടുത്തിരിക്കുന്ന റോളുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. കൊള്ളാം. മ്യൂസിക്കാണ് പടത്തിൽ ഫസ്റ്റ് തൊട്ട് എൻ്റെ ഒരു പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് പല സീനുകളും, എക്സ്പെഷ്യലി കോമഡി സീനാണെങ്കിലും ത്രില്ലർ ആണെങ്കിലും അതിന്റെ പല സീക്വൻസിലാണെങ്കിലും മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പടം ടോട്ടലി കൊള്ളാം. എല്ലാവരും അടിപൊളിയായിരുന്നു. ബേസിൽ പറഞ്ഞ ആവശ്യമില്ല. പുള്ളി ആ ഒരു സീൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗബിൻ, ചെമ്പൻ വിനോദ് നൈസായിരുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റുള്ള, എന്നാൽ അതുവരെ കോമഡി ട്രാക്കിലൂടെ പോയി സീരിയസ് ആണെങ്കിൽ പോലും മറ്റേ ഡാർക്ക് ഹ്യൂമർ പോലത്തെ കുറച്ചൊക്കെ ഉണ്ട്. ഡയറക്ടർ പൊളിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ഡയറക്ടറാന്ന് പറയത്തില്ല, നീക്കി അടിപൊളിയായിട്ടുണ്ട്. BGM നൈസായിരുന്നു, ഫൈറ്റ് സീൻസ് ഒക്കെ നൈസായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ ഇതിനകത്ത് ARMലേക്ക് ആ ബില്ല് എനിക്കുള്ള പേരറിയില്ല, പുള്ളി സെറ്റായിരുന്നു. ഷാപ്പിങ്ങുള്ള ഒരു കൊലപാതകം, അതിന്റെ ചുരുളായിട്ട് രഹസ്യങ്ങൾ നല്ല രീതിയിൽ ചേർന്നുണ്ട്. പുതിയ ഡയറക്ടറിന്റെ എന്താ പറയുക, ഫസ്റ്റ് ടൈം ഡയറക്ടറാന്ന് പറയത്തില്ല, ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഡയറക്ടറാന്ന് പറയത്തില്ല, അത്ര അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാള ഇൻഡസ്ട്രിക്ക് പുതിയൊരു നല്ല ഡയറക്ടർ കൂടിയാവും. ആ സിനിമ വിജയിക്കും. കാരണം ബേസിൽ ഒരു പുള്ളി ടോട്ടലി ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഏത് പടത്തിലും പുള്ളിക്ക് ഡിഫറെന്റ് ക്യാരക്ടറാണ്. അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ തന്നെയാണ് സൗബിൻ സായറും. ഏത് പടം എടുക്കുകയാണെങ്കിലും അഭിനയ സാധ്യതയുള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കൂല. മറ്റുള്ള നടന്മാരെ പോലൊന്നും ഒന്നും നോക്കുന്നില്ല. ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ്. പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തതല്ല എന്നെ എല്ലാവരും ചതിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തെ ഒക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട്, അഭിനയ സാധ്യതയുള്ള ഇതാണ്, റോളാണ്. അടിപൊളി പടമാണ്. നല്ല ക്രൈം ത്രില്ലറാണ്. നല്ല സംവിധാനമൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയത്തൊക്കെ കോമഡി ഒന്നും ഇല്ല. എന്നാലും നൈസായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് ചിരിക്കാനുണ്ട്. സിറ്റുവേഷൻ കോമഡികളും ആ ഇടയ്ക്ക് വരുന്ന ഡയലോഗൊക്കെ നമുക്ക് അത്യാവശ്യം ചിരിക്കാനുണ്ട്. അല്ലാതെ കോമഡി എന്ന് പറഞ്ഞാൽ എടുത്തൊക്കെ അങ്ങനൊന്നും പറയാനില്ല. ഒരു ക്രൈം ത്രില്ലറാണ്. അതൊരു സസ്പെൻസ് ക്രൈം ത്രില്ലർ തന്നെയാണ്. കണ്ടിരിക്കാം. ഒട്ടും ലാഗ് ഇല്ലാതെ നമ്മൾ എൻഗേജ്ഡ് ആണ് ഫുൾ ടൈം പടത്തിൽ. പടം ഇതിന്റെ മേക്കിങ്ങിലാട്ടോ, എന്ന് വെച്ചാൽ ഒരു സംവിധായകന്റെ പടമാണ്, സംവിധായകന്റെ എഡിറ്ററുടെ പടമാണിത്. അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോ കട്ടിങ് സീനൊക്കെ ഉണ്ടാവുണ്ടല്ലോ. ബേസിലൊക്കെ ബെസ്റ്റ് പെർഫോമൻസ്. ഇന്റർവെല്ലൊക്കെ ബേസിൽ തകർത്ത് വരുവാണ്. ഇന്റർവെൽ കഴിഞ്ഞ കഥ വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം കിടിലായിട്ടുണ്ട്. മെയിൻ ആക്ടേഴ്സിനേക്കാളും വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 5 ആക്ടേഴ്സ്, പിന്നെ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്ത് ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കയറി ചെയ്തിരിക്കുന്നത്. ഉഗ്രനായിട്ടുണ്ട് പടം. ചെമ്പന്റെ ഒക്കെ മെയിൻ എന്താ വെച്ചാൽ ബേസിലിന്റെ ടോപ്പ് അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ഉഗ്രം പടം, അടിപൊളി പടം. സൗകര്യം ബേസിൽ അല്ല, അവരെ ബെസ്റ്റ് പെർഫോമൻസ് ആണല്ലോ ഇതിന്റെ. ബേസിലിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പെർഫോമൻസ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ബേസിൽ ഓരോ സീനൊക്കെ ഇന്റർവ്യൂവിൽ ഒരു സീനുകൾ കിട്ടും, കട്ട് ചെയ്ത സീനുകളൊക്കെ, അതൊരു എഡിറ്റിങ്ങിന്റെയും ഭംഗിയുണ്ട്. അടിപൊളി പടം. മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. നേരത്തെ വന്നിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ പുള്ളി ഒരു സൈക്കോത്തിക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നത്. അത് നല്ലപോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം. അൻവർ റഷീദിന്റെ മാത്രമല്ല, ഇത് ശ്രീനാഥ് ശ്രീനിവാസന്റെ പടമാണ്. ഡയറക്ടറുടെ മസ്റ്റ് പടം കേട്ടോ. കിടിപ്പ പടം, അടിപൊളി.